കോഴിക്കോട് ജില്ലയിലെ വടകരയിൽ നിന്നും യുവാവിനെ കാണാതായ സംഭവത്തിൽ ലോൺ ആപ്പ് മാഫിയയുടെ ഭീഷണി നിഴലിക്കുന്നു. വടകര ഐഞ്ചേരി സ്വദേശിയായ വിഷ്ണുപ്രകാശിനെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാണാതായത്. സംഭവത്തിൽ കുടുംബത്തിന്റെ പരാതിയെ തുടർന്ന് വടകര പോലീസ് കേസെടുത്ത് ഊർജിതമായ അന്വേഷണം ആരംഭിച്ചു. ഇക്കഴിഞ്ഞ ഏപ്രിൽ 13-ാം തീയതിയാണ് വിഷ്ണുവിനെ വീട്ടിൽ നിന്നും കാണാതാകുന്നത്. ബാങ്കിൽ പോകുകയാണെന്ന് വീട്ടുകാരോട് പറഞ്ഞാണ് വിഷ്ണു ഇറങ്ങിയത്. എന്നാൽ വൈകുന്നേരമായിട്ടും വിഷ്ണു തിരികെ എത്താതിരുന്നതോടെ വീട്ടുകാർ അന്വേഷണം തുടങ്ങുകയായിരുന്നു. ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലായിരുന്നു. വിഷ്ണുവിന്റെ തിരോധാനത്തിന് പിന്നിൽ ഓൺലൈൻ ലോൺ ആപ്പുകളുടെ ക്രൂരമായ ഭീഷണിയാണെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. ഒരു ഓൺലൈൻ ലോൺ ആപ്പിൽ നിന്നും വിഷ്ണു 10,000 രൂപ കടമെടുത്തിരുന്നു. ചെറിയ തുകയാണെങ്കിലും ഇതിന്റെ തിരിച്ചടവ് മുടങ്ങിയതോടെ മാഫിയ സംഘം വിഷ്ണുവിനെ വേട്ടയാടാൻ തുടങ്ങുകയായിരുന്നു. ലോൺ തിരിച്ചടയ്ക്കാത്തതിന്റെ പേരിൽ വിഷ്ണുവിന്റെ ഫോണിലേക്ക് നിരന്തരം ഭീഷണി കോളുകൾ വന്നിരുന്നതായി വീട്ടുകാർ പറയുന്നു. അപരിചിതരായ ആളുകൾ വിളിക്കുകയും അസഭ്യം പറയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തത് വിഷ്ണുവിനെ വലിയ മാനസിക സമ്മർദ്ദത്തിലാക്കിയിരുന്നു. പണം ഉടൻ അടച്ചില്ലെങ്കിൽ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നായിരുന്നു ഭീഷണി. ഭീഷണിപ്പെടുത്തുക മാത്രമല്ല, വിഷ്ണുവിന്റെ സ്വകാര്യതയെ പോലും ഈ സംഘം വേട്ടയാടി. വിഷ്ണുവിന്റെ ഫോട്ടോകൾ മോർഫ് ചെയ്ത് നഗ്ന ചിത്രങ്ങളാക്കി മാറ്റുകയും അത് വിഷ്ണുവിന്റെ കോൺടാക്ട് ലിസ്റ്റിലുള്ള നിരവധി പേർക്ക് അയച്ചു നൽകുകയും ചെയ്തു. സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഇത്തരം ചിത്രങ്ങൾ ലഭിച്ചതോടെ വിഷ്ണു അതീവ ദുഃഖിതനായിരുന്നു. സമൂഹ മധ്യത്തിൽ അപമാനിതനായതിന്റെ മനോവിഷമം വിഷ്ണുവിനെ വല്ലാതെ അലട്ടിയിരുന്നു. ഇത്തരം ക്രൂരമായ സൈബർ ആക്രമണങ്ങളെ എങ്ങനെ നേരിടണമെന്നറിയാതെയും യുവാവ് പകച്ചു പോയതായാണ് സംശയിക്കുന്നത്. ലോൺ ആപ്പ് കമ്പനികളുടെ ഈ നീചമായ പ്രവൃത്തിയാണ് വിഷ്ണുവിനെ നാടുവിടാൻ പ്രേരിപ്പിച്ചതെന്നാണ് കുടുംബത്തിന്റെ പ്രാഥമിക നിഗമനം. കുടുംബത്തിന്റെ പരാതിയിൽ വടകര പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. വിഷ്ണുവിന്റെ ഫോൺ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചും CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചുമാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ഓൺലൈൻ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സൈബർ സെല്ലിന് കൈമാറിയിട്ടുണ്ട്. കേരളത്തിൽ സമീപകാലത്തായി ഓൺലൈൻ ലോൺ ആപ്പുകൾ വഴി സാധാരണക്കാരെ ചൂഷണം ചെയ്യുന്ന സംഭവങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ചെറിയ തുകകൾ നൽകി ആളുകളെ ആകർഷിക്കുകയും പിന്നീട് വലിയ പലിശ ഈടാക്കി അവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന സംഘർഷങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് പോലീസ് ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. വിഷ്ണുവിനെ കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ വടകര പോലീസിനെയോ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ വിവരം അറിയിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. ഒരു സാധാരണ കുടുംബത്തിന്റെ പ്രതീക്ഷയായിരുന്ന യുവാവിന്റെ തിരോധാനത്തിൽ ആയഞ്ചേരി ഗ്രാമം മുഴുവൻ ആശങ്കയിലാണ്.